ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അങ്ങനെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ്. അതെ, കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് നമ്മൾ തുടർച്ചയായിട്ട് യോസേപ്പിതാവിൻ്റെ, മാതാവിൻ്റെ, ഈശോയുടെയൊക്കെ മാതൃകകൾ എങ്ങനെ കുടുംബജീവിതത്തിന് സഹായകരമാകുന്നു, എന്തൊക്കെ അവരിൽ നിന്ന് കണ്ടുപിടിക്കാം, കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്ത് പോയത്. അപ്പോൾ ക്രിസ്തു ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ക്രിസ്തുവിനെ മാതൃക കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത് നമ്മൾ സഭയെയാണ് മാതൃകയാക്കേണ്ടത്. അപ്പോൾ സഭയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. സഭയുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിക്കാറുമുണ്ട്. അപ്പോൾ സഭയുടെ ചില പ്രത്യേകതകൾ കുടുംബജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ചില പ്രത്യേകതകളാണ്. അപ്പോൾ എനിക്കൊന്ന് അതിനെക്കുറിച്ച് ഇന്ന് പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ചിന്ത, സഭ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ്. ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് സ്കോൾ ചർച്ച് എന്നാണ് പറയുക. അപ്പം മൗതിക ശരീരമാണ്. കാരണം ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ് സഭ. അതെല്ലാവരുടെയും മനസ്സിൽ ആദ്യം വേണം. ദമാസ്കസിൻ്റെ തെരുവിൽ സാവൂൾ സഭയെ പീഡിപ്പിച്ചപ്പോൾ ക്രിസ്തു ചോദിച്ച ചോദ്യം, നീ എന്തിനെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സഭയെ തൊടുന്നത് കർത്താവിനെ തൊടുന്നതാണ്. അവന് ശിരസാണ്, ഉടലാണ് സഭ. അതാണ് ക്രിസ്തുവിനെ തുടർച്ച സഭയെന്ന് പറയുക. ഏത് സഭകളും, ഇപ്പം കാത്തലിക് എന്നല്ല, എന്തെല്ലാം ഓർത്തഡോക്സ്, യാക്കോബൻ, മാർത്തോമാ, എത്രയോ സഭകളുണ്ട്. ഒരു സഭാ കൂട്ടായ്മ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന കാലത്തോടും അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഒരു വീട്ടിലെ അപ്പൻ, ഭാര്യ, മക്കളെല്ലാം കൂടെ നിൽക്കുമ്പോൾ കുടുംബത്തിൻ്റെ ശരീരമാണ്. അപ്പോൾ ശിരസ് അപ്പൻ അവിടെ നിൽക്കുകയാണ്. ഇതുപോലെയാണ് സഭാ കൂട്ടായ്മ. അപ്പം അതാണ് തിരുസഭ. അതുകൊണ്ട് സഭ എന്ന് വെച്ചാൽ ക്രിസ്തു എന്തെല്ലാം കാണിച്ചോ അതൊക്കെ കാണിക്കേണ്ടതാണ്. അതെല്ലാം നമ്മൾ കാണിക്കേണ്ടവരാണ്. അതാണ് സഭയുടെ ദൗത്യം. ആ സഭ എന്ത് ചെയ്യുന്നു? അത് ഗാർഹിക സഭയായ വീട്. വത്തിക്കാൻ കൗൺസിൽ കുടുംബത്തെ വിളിക്കുന്നത് ഗാർഹിക സഭ, കുടുംബസഭ. അപ്പം നമ്മുടെ ഉത്തരവാദിത്തമാണ് കർത്താവിൻ്റെ മാതൃകകളൊക്കെ നമ്മളൊന്ന് ചെയ്യുക. സഭയുടെ ഒരു വലിയ പ്രത്യേകതയാണ് സഭ എല്ലാവരും ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് സഭ യൂണിവേഴ്സൽ ആൻഡ് കാത്തലിക് എന്ന് പറയുമല്ലോ. പറയും അപ്പം ഒരു കാത്തലിക് ആണ്, യൂണിവേഴ്സലാണ്, സാർവലൗകികമാണ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കക്കാരും ഏഷ്യക്കാരും മംഗോളിയൻ ട്രൈബും ദ്രാവിഡ ആര്യവംശവും എല്ലാം എവിടെല്ലാം ലോകത്തുണ്ടോ കറുത്തവരും വെളുത്തവരും എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് സഭ. അതുകൊണ്ട് പറയും കാത്തലിക്, യൂണിവേഴ്സൽ. അത് നിറത്തിനും രാജ്യത്തിനും. വീണ്ടും ഹോമോസെക്ഷൽ ആയിരിക്കാം, ലെസ്ബിയൻസ് കാണും, സെക്ഷൽ അബറേഷൻ ഉള്ളവരുണ്ട്, സിംഗിൾ ഉണ്ട്, ഫാമിലി പൊട്ടിയവരുണ്ട്, ഒരുമിച്ച് ജീവിക്കുന്നവരുണ്ട്, മയക്കുമരുന്ന് അടിമകളുണ്ട്, ചേരിയുണ്ട്, ജയിലുണ്ട്, കോളനിയുണ്ട്. അവരെ ആരെയും സഭ ഉപേക്ഷിക്കുകയല്ല, ഉൾക്കൊള്ളും. അപ്പം ആണും കൂടെയും പെണ്ണും കൂടെയും ജീവിക്കുന്നവരെ, ഇപ്പോൾ ഹോമോ അങ്ങനെയൊക്കെ ഉള്ളവരെ അല്പം കൂടെ കരുണയോടെ കണ്ട് സഭയോട് ചേർത്ത് നിർത്താൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞപ്പം ലോകത്തെല്ലാം വലിയ ബോംബ് സ്ഫോടനമായിരുന്നു. എങ്കിലേ സഭ കാത്തലിക്കാവൂ. അത് അവർ ചെയ്യുന്നില്ല, ശരിയായിട്ടല്ല. പക്ഷെ അവരെ തള്ളാതെ ആരെങ്കിലും വേണ്ടേ ഒന്ന് പൊത്തിപ്പിടിക്കാൻ, ചേർത്ത് നിർത്താൻ, അല്ല കൂടുതൽ മോശമാകാം. അപ്പം ആ രീതിയിൽ സഭ സാർവലൗകികമാണ്. യൂണിവേഴ്സൽ ആൻഡ് കാത്തലിക് ചർച്ച് എന്ന് പറയും. ഇത് സഭ. ഈ സഭയാണ് മീനിയേച്ചർ ചർച്ച്, വീട്. അവിടെ ഇങ്ങനെ തന്നെയാണ്. 85 വയസ്സുള്ള വല്യപ്പൻ, വല്യമ്മ, അപ്പൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, മരുമക്കൾ, നാത്തൂന്മാർ, കൊച്ചുമക്കൾ എല്ലാം ഉണ്ട്. പല്ല് പറഞ്ഞ വല്യപ്പനുണ്ട്, കണ്ണു കുഞ്ഞ വല്യമ്മയുണ്ട്, നല്ല ചോരത്തിലുള്ള 20കാരിയുണ്ട്, ഓടി നടക്കുന്ന ഇളംപ്രായക്കാരൻ 10 വയസ്സുകാരനുണ്ട്. എല്ലാം ഉൾക്കൊള്ളുമ്പോഴാണ് വീട് സഭയായിട്ട് മാറുക. അല്ലെങ്കിൽ കാരണന്മാർ വേസ്റ്റ് ചത്തി കിട്ടിയാൽ മതിയായിരുന്നു ചില ചിന്തിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഈ ഒഴപ്പര് പിള്ളേർ എന്നതാ ഉണ്ടായില്ല വേണ്ടിയല്ലായിരുന്നു, ഉണ്ടായിപ്പോയല്ലോ, പ്രായമായിട്ട് ഇരിപ്പുണ്ടല്ലോ. ഉൾക്കൊള്ളാൻ പറ്റുമ്പോൾ നമ്മളും കാത്തലിക് ഫാമിലി ആവും. എന്ന് വെച്ചാൽ കത്തോലിക്ക സഭയെന്നല്ല, യൂണിവേഴ്സ് എല്ലാവരും ഉൾക്കൊള്ളുന്ന ആൾക്കാരായിട്ട് മാറും. അത് കുടുംബത്തിൽ തുടങ്ങിയോ, അങ്ങനെ കുടുംബത്തിൽ ഉൾക്കൊണ്ടവർക്ക് സമൂഹത്തിൽ വല്ലതും ഉൾക്കൊള്ളാൻ പറ്റും. വിവിധ പ്രായക്കാരെയും, ബുദ്ധിവ്യവസ്ഥയില്ലാത്തവർ, ഭിന്നശേഷിക്കാർ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉൾക്കൊള്ളാനുള്ള മനസ്സ് ഈ കുടുംബത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. അങ്ങനെയുള്ള പല കുടുംബങ്ങളാണ് ഏറ്റവും ആകർഷകമായ ഒരു സഭയായിട്ട് സഭ മാറുക. അതുപോലെ സഭയുടെ വലിയൊരു പ്രത്യേകത, സഭ ഒരു മിഷണറിയാണ്. സ്വഭാവത്താലേ മിഷൻ പ്രവർത്തനങ്ങളാണ്. സുവിശേഷം പ്രഘോഷിക്കുന്നൊരു പ്രഘോഷകയാണ് സഭ. അത് നമ്മുടെ കുടുംബജീവിതത്തിൽ വളരെ വേണ്ട ഒരു കാര്യമാണ്. അതായത് സഭയെക്കുറിച്ച് പറയുന്നത് സ്വഭാവത്താലേ സഭ മിഷണറിയാണ്. അതുകൊണ്ടാണ്
സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന യേശു കൊടുത്ത അവസാന ലാസ്റ്റ് കമാൻഡ്മെൻ്റ് ഉണ്ട്, അവസാനത്തെ കൽപ്പനയുണ്ട്. നിങ്ങൾ യൂദയായാലും സമരിയായാലും ജെറുസലേമിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എൻ്റെ സാക്ഷികളായിരിക്കും. അപ്പം നമ്മളെല്ലാവരെയും സാക്ഷികളാക്കിയാണ് കർത്താവായി ചെയ്യുന്നത്. അങ്ങനെ അയക്കുമ്പോൾ എന്താ പ്രത്യേകത? അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ് അയക്കപ്പെട്ടവൻ്റെ ദൗത്യം. അമേരിക്കയിൽ ഇന്ത്യൻ അംബാസഡർക്ക് സ്വന്തം ഇഷ്ടം കാണിക്കാൻ പറ്റിയല്ല, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മനസ്സ് കാണിക്കണം. അപ്പോൾ വീട് ഒരു കൂട്ടായ്മ സഭയുടെ തുടർച്ചയായിരിക്കുമ്പം സഭ ലോകമെങ്ങും വചനം പറയുന്ന പോലെ വീട്ടുകാർ വചനം പറയണം. അതെങ്ങനെയാണ്? പ്രായമായ അപ്പനമ്മമാരെ ചെറുപ്പക്കാർ മക്കൾ മകനും ഭാര്യയും നോക്കുന്നത് കാണുമ്പം നമ്മൾ കുടുംബം സുവിശേഷമാണ്. കുഞ്ഞുമക്കളും കണ്ടുപിടിക്കും മാതാപിതാക്കളെ ബഹുമാനിക്കണം, ഒരു കൽപ്പന പഠിക്കുകയാണ്. അപ്പോൾ അല്പം വിധേയത്വത്തോടെ ഭാര്യ പെരുമാറുമ്പം ഭർത്താവ് പെരുമാറുമ്പോൾ FSS ലേഖനമാണ് സഭയുടെ അവിടെ വരിക. അതായത് ഭാര്യമാർ നിങ്ങൾ വിധേയത്വമുള്ളവരായിരിക്കണം, ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യയെ സ്നേഹിക്കണം. ഈ ദൗത്യങ്ങളാണ് ഇങ്ങനെ വരുന്നത്. ഇനി കുഞ്ഞുങ്ങൾ വിശ്വാസ വഴികളിലൂടെ ഒരു കുടുംബത്തിൽ ചരിക്കുമ്പം, എന്നും പള്ളിയിൽ പോകുമ്പം കുർബാനയ്ക്ക് പോകുമ്പോൾ പെരുമാറുമ്പോൾ ശിശുക്കൾ മാതൃകയായിട്ട് മാറുകയാണ്. അപ്പോൾ സഭയുടെ സ്വഭാവം കുടുംബത്തിൽ നമ്മൾ കാണിക്കണം, എല്ലാവരും ഉൾക്കൊള്ളുക, അതുവഴി പ്രേക്ഷിതയായിട്ട് മാറുക. അയൽലോകത്തെ മറ്റു മസ്തിൽ പറയണം, ആ അപ്പൻ്റെ അമ്മയുടെയും ജീവിതം കൊള്ളാം, അവരുടെ വിശ്വാസം കൊള്ളാം, മതവിശ്വാസം കൊള്ളാം, എനിക്കും ഈ ക്രിസ്ത്യാനിയായ കൊള്ളാം. അത് ഓടിച്ചിട്ട് സുവിശേഷം പറഞ്ഞല്ല, അല്ലാണ്ട് മതപരിവർത്തനം നടത്തിയല്ല, ജീവിതങ്ങൾ. ആദിമസഭ അങ്ങനെ ആരും ഓടിച്ചിട്ട് പേടിപ്പിച്ചില്ല. ഈ റോമൻ അധികാരം വരുമ്പോഴാണ് കുറേ കമ്പൽഷനൊക്കെ വരുന്നത്. അതുവരെ എവിടെ എല്ലാവരും പറഞ്ഞു, നോക്ക് അവർ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടോ, ഈ കൂട്ടത്തിൽ കൂടിയേക്കാം, ആ കൂട്ടത്തിൽ കൂടിയേക്കാം, ഈ കൂട്ടത്തിൽ കൂടാം. ഈ ഒരു ചിന്ത വരുന്നത് ആ സമയത്താണ്. ഇതുപോലെ ഈ വീട്ടുകാരെ കാണും പറയണം, ഇവർക്ക് മറ്റെല്ലാത്ത എന്തോ പ്രത്യേകതയുണ്ട്, ഇവരുടെ മതം കൊള്ളാം, വിശ്വാസം കൊള്ളാം. അപ്പോൾ സ്വഭാവത്താൻ്റെ സഭയുടെ മിഷണറി ദൗത്യം ഇൻഡയറക്റ്റ് വഴിയിൽ ഒരു കുടുംബം ആവർത്തിക്കുകയാണ്. അവരായിരിക്കുന്ന സ്ഥലത്ത് ഒരു സാക്ഷ്യമായിട്ട് മാറുകയാണ്. അപ്പം അങ്ങനെയുള്ള കുടുംബങ്ങൾ വരുമ്പം മറ്റു വല്ല കുടുംബത്തോട് ചേരും. എത്രയോ ഇടപെടി കണ്ടിട്ടുണ്ട്. ആരും നോക്കാതെ കിടന്ന അവഗണിക്കപ്പെട്ട മറ്റു മതസ്ഥരായ പല കുടുംബങ്ങൾ. അപ്പം അവർ ക്രിസ്തുമത കത്തോലിക്ക സഭയിൽ അല്ല അവരായിരിക്കും ക്രിസ്തുമതയിൽ ചേരുന്നുണ്ട്. ചേരുന്നത് ആരുടെയും മതപരിവർത്തനമല്ല, അവർക്ക് തോന്നുകയാണ് ഈ കൂട്ടത്തിൽ പോയാൽ അല്പം കൂടെ നല്ലതാണല്ലോ. അപ്പം അങ്ങനെയാണല്ലോ എന്ന് പറയിക്കുന്ന വിധത്തിൽ നമ്മുടെ കുടുംബത്തെ ക്രമീകരിക്കുമ്പം, കുടുംബ ബന്ധങ്ങളെ ക്രമീകരിക്കുമ്പോൾ സ്വഭാവത്താലെ പ്രേക്ഷിതയായ സഭയോടൊപ്പം സ്വഭാവത്താലെ പ്രേക്ഷിതയായി എൻ്റെ കുടുംബവും മാറും. അതുപോലെ തന്നെ സഭ പാരമ്പര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ന്യൂജൻ ഒക്കെ വന്നു കഴിയുമ്പോൾ ഒരു പാരമ്പര്യങ്ങളും വേണ്ട എന്ന് പറയുന്ന ഒരു രീതിയിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യങ്ങളിലൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ടോ? സഭ അങ്ങനെ ഫോളോ ചെയ്യുന്നു. കുടുംബത്തിലും ശരിക്കും ഈ പലരും കല്യാണം വരെ കഴിക്കുമ്പോൾ പോലും ഭയങ്കര പാരമ്പര്യം നോക്കി കുടുംബം നോക്കി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ പാരമ്പര്യമാണോ ഇവിടെ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്നാൽ പോലും അതിനോട് എന്താണ് അച്ഛൻ പറയുക? ഈ പാരമ്പര്യം വേരാണ്, ജീവിതം മരമാണ്. വേരില്ലാത്ത മരം പെട്ടെന്ന് ഉണങ്ങും. എലി കപ്പക്കിഴങ്ങ് നിന്നാൽ കപ്പ പെട്ടെന്ന് ഉണങ്ങിപ്പോവും. ഇതുപോലെയാണ് ശരിക്കും പാരമ്പര്യമില്ലാത്ത വിശ്വാസികളും. ചുമ്മാ ഓരോ സഭ മാറി അങ്ങ് പോകും, അല്ലെങ്കിൽ മതം മാറും, സഭ മാറും. കാരണം ഡെപ്തില്ല, വേരില്ല, കിഴങ്ങില്ല, മരവും ഇലയും മാത്രമേ ഉള്ളൂ. ഇതാണ് പാരമ്പര്യത്തിൻ്റെ പ്രത്യേകത. കാരണം സുവിശേഷത്തിനാണോ പാരമ്പര്യത്തിനാണോ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ വികാരപരമായ ഉത്തരം സുവിശേഷം, ബുദ്ധിപരമായ ഉത്തരം പാരമ്പര്യം. കാരണം നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ അറിയാം, തോമാസ് ശ്ലീഹ AD 52 ഇന്ത്യയിൽ വന്നെങ്കിൽ അന്ന് മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ എഴുതിയ സുവിശേഷമില്ല. AD 60 ശേഷമാണ് സുവിശേഷം എഴുതപ്പെട്ടത്. ഇന്ത്യയിൽ വന്ന് കൊണ്ടുവന്നത് പാരമ്പര്യമാണ്. അപ്പോൾ ആ പാരമ്പര്യം നമുക്ക് ആദ്യമേ സഭയിൽ ഇപ്പം ഒന്നുമില്ലെങ്കിൽ ഈ തോമാസിയെ വന്നപ്പം പറഞ്ഞത് എന്താണ്? ജീവിച്ച പാരമ്പര്യങ്ങളാണ്. അപ്പോൾ AD 33 ക്രിസ്തുവിനോട് ചേർന്നുള്ള പാരമ്പര്യമുണ്ട്. AD 60 ശേഷമാണ് ലിഖിത രൂപത്തിൽ ബൈബിൾ വരിക. അതുകൊണ്ടാണ് സഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് ബൈബിൾ. അതുകൊണ്ട് സഭയ്ക്ക് വ്യാഖ്യാനിക്കാൻ അവകാശമുണ്ട്, വ്യക്തികൾക്ക് അവകാശമില്ല. സഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട വേദപുസ്തകമാണ്. അപ്പം ചില കാര്യം നമുക്ക് ബൈബിളിൽ വേണ്ട, പാരമ്പര്യത്തിൽ മതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കേണ്ടതെന്ന് ചൊല്ലാൻ ഒരു ലൂക്കായും പറഞ്ഞിട്ടില്ല.
അത് പാരമ്പര്യം. കാരണവന്മാരെ കാണുമ്പോൾ എഴുന്നേക്കാൻ ഒരു യോഗജ്ഞാനം പറഞ്ഞിട്ടില്ല, അത് പാരമ്പര്യം. അപ്പം നമുക്ക് ചില പാരമ്പര്യങ്ങളുണ്ട്, ആ പാരമ്പര്യം നമ്മൾ കളയാതെ സൂക്ഷിക്കണം. ഇപ്പം മാംസവർജനം ഒരു പാരമ്പര്യം. ഇന്ന് ഒരാൾ കൂട്ടിയിട്ട് പിന്നെ അങ്ങ് പറയും എല്ലാവരും കൂട്ടാൻ തുടങ്ങി കേട്ടോ, അതീ കക്ഷിയാണ് കൂട്ടുന്നത്. അപ്പോൾ അത് പാവമായിട്ടല്ല പറയുന്നത്, ഒരു പാരമ്പര്യമുണ്ട് നമുക്ക്. അപ്പം അങ്ങനെയുള്ള പാരമ്പര്യങ്ങൾ അത് നമ്മൾ ജീവിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ വേരുള്ളൂ. നമ്മുടെ തിരുസഭയുടെ കൽപ്പനകളിലെല്ലാം ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ. പക്ഷെ അതിലിപ്പം മനുഷ്യർക്കൊക്കെ പല അഭിപ്രായങ്ങളാണല്ലോ. ചിലപ്പോൾ അച്ഛന്മാർ അവർ നോക്കുമ്പോൾ ചിലപ്പോൾ അച്ഛന്മാർ തന്നെ മാംസവർജനം നടത്തുന്നില്ല, പല പല രീതികളിൽ അത് ഓരോരുത്തരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് മാറ്റിമറിക്കുന്നു എന്നൊക്കെ പറയുമ്പം ഇത് പറഞ്ഞു കുമ്പസാരിക്കേണ്ട ഭാവമായിട്ട് പോലും കരുതുന്ന ഉണ്ട്. എത്രയോ പേരുണ്ട്. ഇപ്പൊ വെള്ളിയാഴ്ച ഇറച്ചി കഴിച്ചു എന്ന് പറഞ്ഞ് കുമ്പസാരിക്കുന്നവരുണ്ട്. ചിലർ വെള്ളിയാഴ്ചയാണോ എന്ന് പോലും ഓർമ്മയില്ല, എന്ത് കഴിച്ചാലും അങ്ങനെയൊക്കെ പോകുന്ന പലരും ഉണ്ട്. അപ്പം നമ്മുടെ ഒരു സമീപനം വളരെ സ്ട്രോങ് ആയിരിക്കണ്ടേ അച്ഛാ ഇതിനോട്? നമ്മുടെ പ്രബോധനത്തിൽ സ്ട്രോങ് ആകണം, ഒരു റിസൾട്ടിൽ ഉൾക്കൊള്ളുകയും വേണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ സഭ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, നമുക്കിപ്പം ഇറച്ചി കൂടുന്ന കൂടാതെ ഒരു കാര്യമില്ല, അത് പുണ്യമില്ല പാപമില്ല. ഈ അറബികളിൽ കണ്ടാൽ പിന്നെ വെള്ളിയാഴ്ച ഇറച്ചി കൂടുതൽ തന്നെ ആയിരിക്കും. യൂറോപ്പിൽ അമേരിക്കയിൽ ആരും നോക്കുന്നു, പക്ഷെ നോക്കുന്നവരുണ്ട് അതിനിടയിൽ. ഇവിടെ ഇഷ്ടം പോലെ ചുമ്മാ എല്ലാം കഴിക്കുന്നു. പക്ഷെ അതേ സമയത്ത് വ്യാഴാഴ്ച രാത്രി അത്താഴത്തിന് ശേഷം വെള്ളി രാത്രി കഞ്ഞി കുടിക്കുന്ന എത്ര അമ്മമാരുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. ആയിരങ്ങളെ അറിയാം, ആയിരങ്ങളെ. അമേരിക്കയിലൊക്കെ നോമ്പുകാരൻ്റെ ധ്യാനിക ജന്മം കാണണം. ഓരോ അമ്മയും അത്യാവശ്യം കഞ്ഞി ഒരു അല്പം കുടിച്ച്, ഇവിടുത്തേക്കാൾ കടുപ്പമായിട്ട് നോമ്പ് അമേരിക്ക, കാനഡ, യൂറോപ്പ് മുഴുവൻ നോക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ഇഷ്ടം പോലെ ഉണ്ട്. അതേ സമയത്ത് ചെല്ല് കഴിക്കുന്നു, അവിടെ ദേഹത്തിന് ആവശ്യമായിരിക്കും, ചില സാഹചര്യങ്ങളായിരിക്കാം, കഴിച്ചോട്ടെ. ഈ കഴിച്ച ഈ പൊട്ടത്തരം പറയല്ല. ഇപ്പം എല്ലാവരും ഒക്കെ ഇതൊക്കെ കഴിക്കുന്നു, അതല്ല, അത് അബദ്ധം, അങ്ങനെ പറയാൻ പാടില്ല. അല്ല, ചിലർ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഒരു എക്സാമ്പിൾ ഇങ്ങനെ ചോദിക്കുന്ന, അതായത് ഇപ്പം നമ്മൾ ഒരു ദിവസം ഇറച്ചിയൊന്നും കഴിക്കുന്നൊന്നുമില്ല, വല്ലപ്പോഴും ഒക്കെ മേടിച്ചിരിക്കുന്നുള്ളൂ, കഴിക്കുന്നുള്ളൂ. വെള്ളിയാഴ്ചയാണ് നമുക്കൊരു ഫംഗ്ഷൻ വരുന്നത്, അപ്പം അന്ന് ഇറച്ചി കഴിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ വെള്ളിയാഴ്ചയും കണ്ടുകൊണ്ട് അന്ന് ഇറച്ചി കഴിക്കാതിരിക്കണോ? ഇതാണ് ചോദ്യം. അതാണ് ഈ ഊത്ത കയറുന്നത് വലയെറിയും പിശാചെ. അപ്പം എവിടെയാണോ ഒരു ദൗർബല്യം അവിടെ തന്നെ കൂട്ടും. അപ്പം അവർക്ക് വ്യാഖ്യാനമായി, അവരുടെ സ്വന്തം കാര്യമായി. ഇപ്പം മാർപ്പാപ്പ ഇറച്ചി കൂട്ടിയോ, മെത്രാൻ കൂട്ടിയോ, വികാരി കൂട്ടിയോ, ധ്യാനഗുരു കൂട്ടിയോ എന്നുള്ളതല്ല. ഞാൻ എന്നെ തന്നെ വഞ്ചിക്കാൻ പാടില്ല. എനിക്ക് പ്രശ്നമാണെങ്കിൽ ഞാൻ ചെയ്യരുത്. ഞാൻ സ്വയം എടുത്തൊരു തീരുമാനമില്ല. അല്ലാണ്ട് ഒരു വികാരിയും പറഞ്ഞില്ല നീയൊക്കെ കൂട്ടിയാന്ന് ചെയ്യും ഒന്നും പറയില്ല. ചില നോമ്പിലൊക്കെ പറയും എല്ലാവരും ചെയ്യണം കേട്ടോ എന്നൊക്കെ അങ്ങ് പറയും. അല്ലാണ്ട് എല്ലാവരും കൃത്യം എല്ലാ വെള്ളിയാഴ്ചയും പറയും. ഇങ്ങനെയൊക്കെയാണ്. അല്ലാണ്ട് ആരും ഒരു കമ്പൽഷനും ഇല്ല. ഇപ്പം നോമ്പ് പറഞ്ഞാലും ഞാൻ കൂട്ടിയാൽ കൂടിയത്രേ ഉള്ളൂ. ഞാൻ എന്നെ വഞ്ചിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഞാനങ്ങ് തീരുമാനിച്ചിട്ട് എപ്പോഴും ഓരോ എക്സ്ക്യൂസ് കണ്ടെത്തി ഡൈല്യൂട്ട് ചെയ്യുക. അതാണ് പാപം. അത് പരിശുദ്ധാത്മയുടെ പാപമാണ്. നല്ല തീരുമാനം എടുത്തു, എനിക്ക് അനുകൂലമായ കാര്യം വരുമ്പോൾ അതിനൊക്കെ വേറൊരു വ്യാഖ്യാനം കൊടുത്തു. അത് തെറ്റാണ്. അതാണ് ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം. ഇതാണ്. അപ്പോൾ നമ്മൾ പാരമ്പര്യങ്ങൾ വിശദമാണ്, പാരമ്പര്യം ബലപ്പെടുത്തുന്നതാണ്. അപ്പോൾ ആ പാരമ്പര്യങ്ങൾ നമ്മൾ വെറുതെ അവഹേളിച്ച് കളയല്ല. നല്ല പാരമ്പര്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കണം. അപ്പം തെറ്റെന്ന് കാണിക്കുന്നൊന്നുമില്ല, ഒരു പാരമ്പര്യം തെറ്റായിട്ടില്ല. അതാത് കാലഘട്ടത്തിൽ ജീവിച്ചാൽ മതി. ഈ ഞായറാഴ്ച കുർബാനയെ കുറിച്ച് പോലും തർക്കങ്ങളുണ്ടല്ലോ. ഇപ്പൊ ദുബായിലാണെങ്കിൽ ഇപ്പൊ അത് ഞായറാഴ്ചയാക്കി, നേരത്തെ വെള്ളിയാഴ്ചയായിരുന്നു. അപ്പൊ ഈ ഡേയ്ക്കാണോ പ്രാധാന്യം? ചിലരുണ്ട് ഇപ്പൊ ആഴ്ചയിൽ 7 ദിവസവും പള്ളിയിൽ പോകുന്നവരുണ്ട്. ചിലപ്പോൾ അവർക്ക് ഒരു ദിവസം പോകാൻ പറ്റാതെ വന്നത് സൺഡേ ആണ്. പക്ഷെ അതിനെ സാധൂകരിക്കാൻ നമുക്ക് പറ്റുമോ? ഈ സൺഡേക്ക് പകരം ഒരു കുർബാനയാകുകയല്ല, ഇനി എക്സെപ്ഷന് വരാം, അത് റൂളല്ല. ഉദാഹരണം, ഒരു അത്യാവശ്യ കാര്യം ഞായറാഴ്ച ഒരു യാത്രയിലായിരുന്നു, അതിന് പരിഹാരം ഞാൻ പോയി തിങ്കളാഴ്ച കാണും, അത് എക്സെപ്ഷനാണ്. അല്ലാണ്ട് ഞായറാഴ്ചയ്ക്ക് പകരമല്ല തിങ്കളും ചൊവ്വായും. അങ്ങനെ ഒരു എക്സെപ്ഷൻ നമുക്ക് എടുക്കാവോ? അല്ല, അങ്ങനെ വന്ന വേറെ മാർഗമില്ലല്ലോ. ഒരു കുർബാന മുടങ്ങിപ്പോയി, എൻ്റെ മനസ്സാക്ഷിക്ക് തുടങ്ങുമ്പോൾ ഞാൻ പോയി ഇങ്ങനെ കാഴ്ച നോക്കുമ്പോൾ ദൈവം അത് കാണുമല്ലോ. അതായത് അമ്മ ഒരു ചീട്ടും കളിച്ച് വെള്ളം കുടിച്ചിട്ട് ഇന്നത്തേക്ക് നാളെ കണ്ടേക്കാം, ഇതെല്ലാ റൂളിലും ഉണ്ടല്ലോ, എക്സെപ്ഷൻ ഉണ്ട്. അപ്പം ആ രീതി വരുന്നതുകൊണ്ടാണ്. പിന്നെ ഞായറാഴ്ച ആചരിക്കണം, കാരണം അത് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ദിവസമാണ്, ദൈവത്തിൻ്റെ വിശ്രമത്തിൻ്റെ ദിവസമാണ്, സഭയുടെ ദിവസമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ദിവസമാണ്. അപ്പം അങ്ങനെ ഒരുപാട് പ്രത്യേകത ഞായറാഴ്ചയ്ക്കാണ്.
അപ്പോൾ അതൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു. ഇത് അച്ഛൻ പറയുമ്പോഴേ എൻ്റെ മനസ്സിൽ വന്നത് കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് കഷ്ടപ്പാടുകൾക്ക് എന്തൊക്കെയാണെങ്കിലും സൺഡേ ഒന്നിച്ച് കുടുംബം കുർബാനയിലെത്താൻ ഒരു വലിയ തീരുമാനം എടുക്കുന്നത് സഭയുടെ ഈ പാരമ്പര്യങ്ങളോടുള്ള ഒരു ഇതില്ല. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാംസം വർജിക്കാനും ഒക്കെ അമ്മ മാത്രം, അച്ഛൻ പറഞ്ഞില്ല അമ്മമാർ കഞ്ഞി കുടിക്കാറുണ്ടെന്ന്. അമ്മമാർ മാത്രമല്ല, അപ്പന്മാരും മക്കളും എല്ലാം കൊച്ചുനാളിലെ തന്നെ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അല്ലേ സഭയുടെ പാരമ്പര്യങ്ങളിൽ പെടുന്നതാണല്ലോ. ഇതിനൊക്കെ നമ്മളൊരു ഗൈഡൻസ് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരാഴ്ച നമുക്ക് റിമൈൻഡറായിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. ധ്യാനങ്ങളിൽ ആവർത്തിക്കുക, പള്ളികളിൽ ആവർത്തിക്കുക. ഞാനിപ്പോൾ നോക്കുന്നു, എൻ്റെ കുട്ടിക്കാലത്തേക്കാൾ കടുപ്പമായിരുന്ന 8 നോമ്പും 20 നോമ്പൊക്കെ സഭയിൽ നോക്കുന്നുണ്ട്. പണ്ട് ഇത്ര ഊന്നി പറയലായിരുന്നു. ഇപ്പം വികാരി ഉൾപ്പെടെ എല്ലാവരും ഇത് മതി എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ആഗ്രഹിച്ചിട്ടുണ്ട്. ദൈവമേ, ഒരു മുള്ളംകുറിച്ച് ചുട്ടുതലും കിട്ടിയാൽ കൊള്ളാം നോമ്പിൽ ധ്യാനിപ്പിക്കാൻ പോകുമ്പോഴേ. മടുത്തിട്ടുണ്ട്. ഏത്തയ്ക്കാത്തോരനും മുരിങ്ങക്കായും കഴിച്ച് മടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദൈവമേ, 50 നോമ്പിൽ 20 ദിവസം കൊണ്ട് തീർന്നാൽ മതിയായിരുന്നു ഓർത്ത കാലങ്ങളാണ്. ചിലപ്പം വരും. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, നല്ല കടുപ്പമായിട്ട് നോമ്പ് നോക്കുന്ന ചെറുപ്പക്കാർ ദമ്പതിമാരുണ്ട്, കാരണവന്മാരുണ്ട്. അക്ഷരാർത്ഥി അതുപോലെ നോക്കുന്ന കുഞ്ഞുങ്ങളുമുണ്ട് ഒരുപാട് കുടുംബങ്ങളിൽ. അങ്ങനെ ഉള്ളപ്പം തന്നെ അതിനകത്ത് തന്നെ ഒരുപാട് പാപങ്ങൾക്കൊക്കെ മോചനവും കടങ്ങളുടെ വീടിലൊക്കെ സഭയിലും കുടുംബത്തിലൊക്കെ ഉണ്ടാകും. ഇപ്പോൾ കുടുംബത്തിൽ ആരംഭിക്കണം. ഒരിടവയിൽ 500 കുടുംബമുണ്ടോ, അതിൽ ആ 500 കുടുംബം ഇങ്ങനെ നടത്തുമ്പോഴാണ് സഭയുടെ ഒരു ത്യാഗവും പാരമ്പര്യത്തിൻ്റെ പാലനയൊക്കെ വരിക. അത് ഓരോരുത്തരും അവനവൻ്റെ ഇതിൽ ഇളച്ചു കൊടുത്താൽ തീർന്നു. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതായി വളരെ വലിയ സെലിബ്രേഷൻസ് ഒക്കെ ഒരു വീട്ടിൽ വന്നു, വാർഷികങ്ങളും ഒക്കെ. പക്ഷെ എന്നിട്ട് പോലും വെള്ളിയാഴ്ചയായിട്ട് അവരത് പോസ്റ്റ്പോൺ ചെയ്ത് ഇറച്ചി കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് തീർച്ചയായിട്ടും. ഒരുപാട് പേരങ്ങനെ അത് നോക്കുന്നവരുണ്ടെന്നേ. നമ്മളിപ്പോൾ ഈ ചന്തപ്പട്ടിയല്ലേ കാണുള്ളൂ, കൂട്ടിക്കിടക്കുന്ന നല്ല പട്ടികളെ നമ്മൾ കാണുന്നില്ല. ഈ അലമ്പ് വെച്ച് കുഴപ്പമെന്നവരെ നമ്മൾ കാണുകയുള്ളൂ. അതാ നമ്മളെല്ലാം ചർച്ചാ വിഷയവും. അതൊന്നുമല്ല, നല്ല മഹാഭൂരിപക്ഷം കിടക്കുന്നു. ഒരു മാവിൽ 100 മാങ്ങ, 2 എണ്ണം പേട്ട് മാങ്ങ. അത് വെച്ച് മാവിനെ വിധിക്കാൻ പറ്റിയല്ലോ. നല്ല 92 വേറെയുണ്ട്. അതാണ് 2025 വർഷം സഭ നിന്നതിൻ്റെ രഹസ്യം തന്നെയാണ്. ഇത്രയുള്ള നല്ലവരുണ്ട്, ത്യാഗം നോക്കുന്നവർ, പാരമ്പര്യം വായിക്കുന്നത്. അതുകൊണ്ട് സഭ ബലപ്പെട്ട് നിൽക്കും. ഈ സഭയുടെ ഒരു പ്രത്യേകതയായിട്ട് പിന്നെ പറയാവുന്നത്, സഭ ഒരു കൂട്ടായ്മയാണ്, ഒരു അപ്പസ്തോലിക കൂട്ടായ്മ. അങ്ങനെ പ്രബോധം ഇതിനോടെല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു ഇതാണ് സഭയുടെ ഒരു കൂട്ടായ്മ. അപ്പോൾ കുടുംബത്തിൽ എങ്ങനെയാണ് നമുക്കതൊന്ന് ആ ഒരു കൂട്ടായ്മയുടെ അനുഭവം, അല്ലെങ്കിൽ ആ ഒരു അപ്പസ്തോലിക കൂട്ടായ്മ എന്ന് തന്നെ പറയാം, അതെങ്ങനെ? നമുക്കുണ്ടല്ലോ, നമ്മൾ പറയാറുണ്ട്, നിന്റെ മക്കൾ മേശയ്ക്ക് ഇരുന്നിരിക്കുന്ന സൈത്തുമുളകൾ പോലെ ആയിരിക്കും. ആദ്യം പറയാണ് സൈത്തുമുള പോലെ ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ കുടുംബത്തിൽ പല മേശയുണ്ട്. 1 ഊട്ടുമേശ, 2 റെക്രിയേഷൻ്റെ മേശ, 3 പേപ്പർ വായിക്കുന്ന മേശ. ഒരുപാട് മേശകളുണ്ട്. ആ മേശകളുടെ ഒരു കൂട്ടായ്മ എന്നും വേണം. എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയുടെ മേശ അവിടെ വേണം. 100 കൂട്ടം പണിക്ക് വന്ന ഭക്ഷണ സമയത്ത് ഒരുമിച്ച് വന്നിരിക്കണം. അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, പ്രാർത്ഥിക്കണം. കുറച്ച് നേരം ഒരുമിച്ചിരുന്ന് ടി വി കാണും. വല്യപ്പനും വല്യമ്മയും ശാലോം ടി വി കാണുന്നു. ആ സമയത്ത് കൊച്ചുമോൻ കമ്പ്യൂട്ടറിൽ പടം കാണുന്നു. അപ്പൻ കമ്പോള നിലവാരം നോക്കുന്നു. അത് ബാബേൽ ഗോപുരമാണ്, ചിതറിപ്പോയ കുടുംബമാണ്. ചില സമയങ്ങളിൽ ഒരുമിച്ചിരിക്കണം. അപ്പം അതിന് നിർബന്ധം കൊണ്ടാണ് സിറ്റി പോയാലും രാത്രി 8 മണിക്ക് പ്രാർത്ഥനയുണ്ടോ, അതിന് മുമ്പ് വീട്ടിൽ വന്ന് കയറണം. അത് മക്കളോട് പറയണം. ഒരു വിധവയുടെ പ്രാർത്ഥനയല്ല വീട്ടിലെ പ്രാർത്ഥന, കെട്ടിയവനും കൂടെ കൂടിയുള്ളതാണ്. അതുകൊണ്ട് എവിടെ പോയാലും 8 മണിക്ക് വരാൻ കെട്ടിയവനോട് പറയണം. എക്സെപ്ഷൻ അടിച്ച കാര്യങ്ങൾ അതന്നെ പറയുക. ഇത് ഇങ്ങനെ പൊതു തീരുമാനം വേണം നമുക്ക്. അത് പരിക്കകത്ത് വേണം. പറയാൻ ഞങ്ങൾ വൈകിട്ട് ഒരു 7 കഴിഞ്ഞാൽ പറയുകയാണ്, ഒരു 7-നും 7-നും ഫോൺ വിളിക്കുക എല്ലാവരും. കാരണം ആ സമയത്ത് അവർ വീട്ടുകാർ പ്രാർത്ഥിക്കുക, ഫോൺ എടുക്കുകയല്ല. അപ്പോൾ എടുക്കാൻ പാടില്ലെന്നുള്ളതാണ് ശരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരെ ഇപ്പം വിളിച്ചാൽ കിട്ടിയല്ലോ കേട്ടോ, അവരുടെ പ്രാർത്ഥനാ സമയമാണ്. ഇതാണ് സാക്ഷ്യ കൂട്ടായ്മ എന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടായ്മ കുടുംബത്തിൽ, എന്നിട്ട് ആ കൂട്ടായ്മ അയൽപക്കങ്ങളിലും കാണിക്കണം. 10 കുടുംബമുണ്ട്, 2 കുടുംബം നല്ല കാശുള്ളവരും 8 കുടുംബം തീരെ പാവപ്പെട്ടവരുമാണ്. അപ്പം സമ്പത്തുള്ള കുടുംബത്തിൽ ഒരു കൊച്ചിന് 2 ചെരുപ്പ് മേടിക്കുമ്പം ഇതിലേതൊരു കുട്ടിക്കൂടെ 2 ചെരുപ്പ് മേടിച്ചു കൊടുക്കും. എൻ്റെ കുഞ്ഞിന് നല്ല വസ്ത്രം എടുക്കുമ്പം ഈ കുട്ടിക്കും വസ്ത്രം എടുത്തു കൊടുക്കും. അത് ഒരു എൻ്റെ തുടർച്ചയാണ് അവർ അതാണ് കൊരിന്തോസിലെ സഭ, റോമായിലെ സഭ, എഫേസൂസിലെ സഭ. ഈ സഭയായിരിക്കണം കേരളത്തിലെ സഭ, ലോകത്തിലെ സഭ. അപ്പം ഒരു കൂട്ടായ്മ, എൻ്റെ വീടിനകത്ത് കൂട്ടായ്മ, ആ കൂട്ടായ്മ ചുറ്റുമുള്ളവരോടൊക്കെ ഞാൻ പങ്കുവെക്കുന്ന ഒരു കൂട്ടായ്മ.
അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ വലിയൊരു ബലമാവും. കാരണം ഒരു പിടി മെറ്റീരിയലുകൾ ഒരുമിക്കുന്ന പോലെ, ചുടുകാട്ട് ഒരുമിക്കുന്ന പോലെ കുറേ ജീവിതം ഒരുമിച്ചിരിക്കുമ്പം ആ ഒരു കൂട്ടായ്മ ബലമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ അപ്പസ്തോലന്മാരുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ കൂട്ടായ്മ വേണ്ടതാണ്. അപ്പസ്തോലന്മാർ കൂട്ടായ്മയെ വളർത്തിയത് 4 കാര്യം കൊണ്ടാണ്. 1, അപ്പസ്തോലന്മാരുടെ പ്രബോധനം പാരമ്പര്യത്തോട് നിലനിൽക്കുന്നു, അല്ലെങ്കിൽ പ്രബോധനം ബൈബിളിനെ കുറിച്ചാണ്. 2, അപ്പം മുറിക്കുക ശുശ്രൂഷ, അത് കൂട്ടായ്മയാണ്. വീട്ടിൽ പ്രാർത്ഥിക്കുന്നവർ ഒരുമിച്ച് ഞായറാഴ്ച പള്ളിയിൽ പോകണം, പള്ളിയിൽ നിന്ന് മാറി നിൽക്കരുത്, ആ വീട്ടുകാർ മൊത്തം പോകണം. അതുപോലെ അപ്പോൾ 1 അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അപ്പം മുറിക്കൽ, കുടുംബത്തിലെ പ്രാർത്ഥനാ കൂട്ടായ്മ, 4 സഭാ കൂട്ടായ്മ എല്ലായിടത്തും. അപ്പം എവിടെയും കൂട്ടായ്മയുടെ ഭാഗം. വീട്ടിലാണോ പ്രാർത്ഥനയ്ക്കുള്ളത്, പള്ളിയിലാണോ കുർബാനയ്ക്കുള്ളത്, പൊതുപരിപാടിയാണോ പള്ളിയുടെ, അതിനകത്ത് ഞാനുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ജീവിച്ചു വരുമ്പോഴാണ് നമ്മുടെ വീട് ഒരു സഭാത്മക ആയിട്ട് മാറുക. സിനഡൽ ചർച്ച് എന്ന് പറഞ്ഞതല്ലേ, ഒരു സിനഡൽ ഫാമിലിയായിട്ട് നമ്മുടെ ഫാമിലിയും മാറും. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരു മനസ്സോടെ ഒക്കെ ചേർന്ന് നിന്ന് പോകണം. എന്തായാലും ഈ ഒരു എപ്പിസോഡൊക്കെ കാണുമ്പം ആ ഒരു മാതൃക ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ ഒരു ഒരുമയില്ലാത്തവർക്കും പറ്റണം, എങ്കിലേ ഇതിന് പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ ആധുനിക യുഗമൊക്കെ ഒത്തിരി തിരക്ക് പിടിച്ച കാലമാണല്ലോ. എന്നാലും മനസ്സ് വെച്ചാൽ എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതായാലും കഴിഞ്ഞ എപ്പിസോഡുകളിലായി നമ്മൾ ഈശോയുടെയും സഭയുടെയും മാതാവിൻ്റെയും ഔസേപിതാവിൻ്റെ ഒക്കെ മാതൃകകളിലൂടെ കടന്നുപോയി. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.